ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഓരോ ഓരോ റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് അല്ലേ. നമ്മുടെ മാതാവുമായിട്ട്, നമ്മുടെ പിതാവുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ നമ്മൾക്കറിയാം. നമ്മൾ പലരുമായിട്ട് എന്താണ് ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സ്തോത്രം. ഇപ്പോൾ ഭർത്തൃബന്ധം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നത് തന്നെ ഒരു റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ മക്കൾ എല്ലാം ആ ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. അതിന് നമ്മൾ ഏറ്റവും ചിലപ്പോൾ പലപ്പോഴും നമുക്കറിയാം ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാം. പലപ്പോഴും എത്ര ബിസി ആണെങ്കിലും അല്ലേ, എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു വട്ടം എങ്കിലും ഫാമിലിയോടുകൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും അല്ലേ. എത്ര ബിസി, കാരണം ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും ഭദ്രമായി കൊണ്ടുപോകണം അല്ലേ. ദൈവം തന്നിരിക്കുന്ന ആണ് കുടുംബം, അപ്പോൾ അതിനെ എത്രത്തോളം ശ്രേഷ്ഠമായി കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ അതിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ. നമ്മുടെ ഫാമിലിക്ക് ആയിക്കോട്ടെ, സ്തോത്രം, ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും അവിടെ എല്ലാം വരുന്ന ഒന്നാണ് ഒരു കൂട്ടായ്മ അല്ലേ, ഒരു ഫെലോഷിപ്പ്, അതായത് ഒരു കൂട്ടായ്മ. ഇപ്പം നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ, നമുക്കറിയാം നമ്മുടെ ഫാമിലി തന്നെ കുറേ അകന്ന റിലേഷൻഷിപ്പിലുള്ളവരുണ്ട്. അവരുമായിട്ട് നമ്മൾ വലിയ ബന്ധത്തിലൊന്നും ഇല്ല അല്ലേ. അപ്പോൾ ആ ബന്ധം അങ്ങനെ തന്നെ അങ്ങ് അകന്ന് തന്നെ നിൽക്കും. അതേസമയം കുറേ അടുത്ത ആൾക്കാരുണ്ട്, എപ്പോഴും നമ്മൾ കാണുകയും നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്ന അനേക ഫാമിലീസ് മെമ്പേഴ്സും നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. അവരോട് നമ്മുടെ അങ്ങനത്തെ അടുത്ത റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിലുണ്ട്. സ്തോത്രം. ഒരു കൂട്ടായ്മയോടുകൂടെ പോകുമ്പോൾ ആ ഒരു ബന്ധം എപ്പോഴും എന്തായിരിക്കും, സ്ട്രോങ് ആയിരിക്കും അല്ലേ. അതിന് നമ്മളെപ്പോഴും ശ്രമിക്കുന്നതുമാണ്. നമ്മുടെ ലൈഫിൽ ദൈവം തന്നിരിക്കുന്ന ഏത് റിലേഷൻഷിപ്പ് ആയിക്കൊള്ളട്ടെ, മാതാവിനോടായിക്കോട്ടെ, നമ്മുടെ പിതാവിനോടായിക്കൊള്ളട്ടെ, നമ്മുടെ മക്കളോടായിക്കോട്ടെ, നമ്മുടെ ഭർത്താവിനോടായിക്കൊള്ളട്ടെ, നമ്മുടെ സ്തോത്ര ഭാര്യയോടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ വരുന്ന വ്യക്തി ജീവിതങ്ങളായിട്ടായിക്കോട്ടെ, ആരോടും അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ്, ഒരു ആത്മീയ ബന്ധം, ഒരു ആത്മീയ കൂട്ടായ്മ അതെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നിലനിർത്തി പോകേണ്ടത് വളരെ അത്യാവശ്യം ഒന്നാണ് അല്ലേ. നമുക്കറിയാം തിരുവചനം വായിക്കുമ്പോൾ സ്തോത്രം, നമ്മളെപ്പോഴും ഒരു ആരാധനയ്ക്ക് ശേഷം നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഉച്ചരിക്കുന്ന ഒരു ഇതാണ്, ആശീർവാദം ചെയ്യുമ്പോൾ പറയുന്ന ഒന്നാണ്. നമുക്കറിയാം 2 കൊരിന്ത്യർ 13 ഒരു വചനമുണ്ട് ഇപ്രകാരം. എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ഉടനെ നമ്മൾ ആമേൻ പറഞ്ഞ ആ ഒരു രീതി നമ്മൾ പലപ്പോഴും പോകുന്നവരാണ് അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് അവസാന ഒരു വചനം ഇപ്രകാരം അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ്? പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ. സ്തോത്രം. എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ പോരുമാറാകട്ടെ. സ്തോത്രം. എന്താണ് ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ? നമുക്കറിയാം പരിശുദ്ധാത്മാവ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. സ്തോത്രം. അതൊരു വ്യക്തിയാണ്. ദൈവം നമുക്കൊരു കാര്യസ്ഥനായിട്ട് ഈ ലോകത്തിൽ നമുക്ക് വെച്ചിരിക്കുന്ന, നമുക്കിപ്പോൾ കൂട്ടായി നൽകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് അല്ലേ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവുമായിട്ട് എന്താഗ്രഹിക്കുന്നുണ്ട് പിതാവ്? നമ്മളൊരു കൂട്ടായ്മ വേണം ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്കറിയാം ഒരു ആരാധനയാണെങ്കിലും അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അത് വളരെ സ്ട്രോങ് ആവും അല്ലേ. ഇതേപോലെ തന്നെ ഏത് റിലേഷൻഷിപ്പ്, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവായിട്ട് എനിക്കും നിനക്കും എന്തുണ്ടായിരിക്കണം, ഒരു കൂട്ടായ്മ വേണം. എന്താണ് ദൈവമക്കൾ ഈ കൂട്ടായ്മ പരിശുദ്ധാത്മാവുമായിട്ട്? സ്തോത്ര. നമുക്കറിയാം നമുക്കിപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ ഒരു വ്യക്തിയോടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ട് അവരുടെയും നമ്മുടെ നടുവിൽ ഒരു അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ഉണ്ടാകാതിരിപ്പാൻ, അല്ലെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാകാതിരിപ്പാൻ നമ്മൾ പല രീതിയിൽ പലതും നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക, നമ്മുടെ സ്വഭാവത്തിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് ആ റിലേഷൻഷിപ്പിനെ ബാധിക്കുമെന്ന് ഓർത്തുകൊണ്ട് ഇതേപോലെ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ നമുക്ക് തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പരിശുദ്ധാത്മാവായിട്ട് ഒരു കൂട്ടായ്മ വേണം ദൈവമക്കളെ. ആരാധന കഴിഞ്ഞ് ഈ ആശീർവാദം പറഞ്ഞു പോവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആരാധന കഴിഞ്ഞ് അത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കുവാനല്ല. നമുക്ക് ഏറ്റവും ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ട ഒന്നാണ് ദൈവമക്കളെ പരിശുദ്ധാത്മാവുമായിട്ടൊരു കൂട്ടായ്മ. എന്നെ കേൾക്കുന്ന യുവതലമുറകളോട്, സ്തോത്ര, യുവതി യുവാക്കന്മാരോട്
ഹല്ലേലൂയ. നിങ്ങളെ തേടി അനേക കാര്യങ്ങളുണ്ട് പാപത്തിലേക്ക് കൊണ്ടുപോകാൻ. ആമേൻ സ്തോത്രം. സ്കൂളിൽ വെച്ച് നിങ്ങളെ നശിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പാപത്തിലേക്ക് വലിച്ചിടുവാൻ അനേക സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും ശത്രു അവൻ ഒരുക്കുന്ന ഒരു കാലഘട്ടമാണിത്. എങ്ങനെയെങ്കിലും തലമുറകളെ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. എങ്ങനെയെങ്കിലും പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകണം, പാപത്തിൻ്റെ കെണിയിലാക്കണം. ഹല്ലേലൂയ. പല പല പാപങ്ങൾ അല്ലേ, നമുക്കറിയാം. ഫോണിൽ കൂടെ നോക്കുക, പോണോഗ്രാഫി, അല്ലെങ്കിൽ മാസ്റ്റുർബേഷൻ, ഇങ്ങനെയുള്ള പല സ്തോത്ര സാത്താൻ്റെ തന്ത്രങ്ങളിൽ, അതായത് അശുദ്ധി പോലെയുള്ള സ്തോത്രം പല ഇതിലും സ്തോത്രം ഇന്നത്തെ ഈ തലമുറകളെ അതിൻ്റെ കെണിയിലാക്കുവാനും സ്തോത്രം അതിൽ നിന്ന് പുറത്തു വരാതെ വണ്ണം ആ പാപത്തിൻ്റെ സ്തോത്രം ഏറ്റവും അടിമത്വത്തിലാവുവാനാണ് സ്തോത്ര പല ദുർശക്തികളും അന്ധകാരത്തിൽ പ്രവർത്തിക്കുന്നവർ എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുകയാണ് സ്തോത്ര. ഈ അന്ധകാര ശക്തികൾ എങ്ങനെയെങ്കിലും മക്കളെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവ തലമുറകളെ ഓരോന്നിനും അടിമയാക്കുക. അതാണ് മെയിനായിട്ട് അവിടെ വരുന്നത്. സ്തോത്രം അടിമത്വത്തിലാക്കി എടുക്കുക. മദ്യപാനത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ, അതുപോലെ ഇതുപോലെയുള്ള അശ്ലീലമായ വീഡിയോസുകളിൽ, അശ്ലീലമായ പ്രവൃത്തികൾ, മ്ലേച്ഛകരമായ സകലത്തിനെയും അടിമത്വത്തിലാക്കിയിടുക. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പം ഇതിൻ്റെ നടുവിൽ ഒരു അടിമയാക്കുവാൻ പലപ്പോഴും നോക്കുമ്പോൾ ആമേൻ സ്തോത്രം എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ നിന്നുള്ള രക്ഷ, അല്ലെങ്കിൽ പിശാച് ഒരുക്കുന്ന ഏത് പാപബന്ധനത്തിൽ നിന്നും ഒരു മനുഷ്യന് വിടുതൽ വേണമെങ്കിൽ അവന് പരിശുദ്ധാത്മാവുമായിട്ട് ഒരു കൂട്ടായ്മ വേണം. ഈ ഒരു കാര്യം മാത്രമല്ല, ഹല്ലേലൂയ, ഏതൊരു കാര്യം നമ്മൾ എടുത്താൽ ഹല്ലേലൂയ, ഈ ലോകത്തിൽ ആമേൻ സ്തോത്രം, ഈ മ്ലേച്ഛകരമായി നിൽക്കുന്ന ഈ ലോകത്തിൽ ആമേൻ സ്തോത്രം ഏതിനും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വ്യക്തിപരമായി നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു കൂട്ടായ്മ വേണം. ഹല്ലേലൂയ. ഒരു നമ്മുടെ ഏറ്റവും സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ എന്ത് ചെയ്താലും പരിശുദ്ധാത്മാവിനോട് അനുവാദം ചോദിച്ചും, പരിശുദ്ധാത്മാവിനോട് ദിനം പ്രതി സംസാരിച്ചു, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും, ജീവിതത്തിൽ കുറച്ച് സമയങ്ങൾ കണ്ടെത്തിയും. ഹല്ലേലൂയ. ചിലപ്പോൾ ചില ഉറക്കമൊക്കെ എന്ത് ചെയ്യണം? മാറ്റി വെക്കേണ്ട അവസരങ്ങൾ വരാം. ചിലപ്പോൾ ചില ഉറക്കം നമ്മുടെ ഉറക്കങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഉറക്കം ഇളച്ചു, അല്ലെങ്കിൽ ദൈവം അത് ഉറക്കത്തെ മാറ്റി വെച്ചുകൊണ്ട് കുറച്ചേറെ സമയം ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. പലതും ഉപേക്ഷിക്കേണ്ടി വരും. പലതും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെയും പരിശുദ്ധാത്മാവ് വരും, അത് ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. ഈ ലോകപരമായിട്ടുള്ള പല കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടാം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പം അതെല്ലാം അനുസരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായ ഒരു കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ഒരു അശുദ്ധ ശക്തിക്ക് തൊടുവാൻ കഴിയുകയില്ല. ആമേൻ സ്തോത്ര. അശുദ്ധ ശക്തികൾ കടന്നു വരാം, പക്ഷെ അതിനെ ജയിക്കണമെങ്കിൽ ആമേൻ സ്തോത്രം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയുള്ളവരാണ് അല്ലേ. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞവരായി തീരണം. ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവുമായിട്ടൊരു കൂട്ടായ്മ വേണം. അത് ഒന്നോ രണ്ടോ ദിവസം നിൽക്കുന്നതല്ല. കൂട്ടായ്മ എന്ന് പറയുന്നത് അന്ത്യം വരെയും ഒരു ഇതിനെയാണ് നമ്മൾ കൂട്ടായ്മ അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് അല്ലേ. അപ്പം പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. ദിവസം മുഴുവൻ അത് നമുക്ക് വളർത്തിയെടുക്കുവാൻ കഴിയും. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യമില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു അനുഭവം ഉണ്ടാകാം ദൈവമക്കളെ. ഹല്ലേലൂയ. അത്രയ്ക്ക് ആമേൻ സ്തോത്ര ദൈവത്തോട് അടുക്കണം, അത്രയ്ക്ക് പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് ശക്തമായി ഇടപെടുവാനിടയാ എൻ്റെ ഹൃദയത്തോട്. ആമേൻ സ്തോത്രം. ഈ ബൈബിളിനുള്ളിൽ ഹല്ലേലൂയ ഈ സത്യവേദ പുസ്തകത്തിനകത്ത് ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. വെളിപ്പെടുന്ന കരമുണ്ട്, ഒരു അത്ഭുതത്തിൻ്റെ കരമുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു കരം ഈ ബൈബിളിനകത്തുണ്ട്. അതിന് മുറുകെ പിടിച്ചുകൊള്ളാൻ എന്നൊരു എൻ്റെ ഹൃദയത്തോട് ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പം നമുക്ക് പലതിനെയും വെളിപ്പെടുത്തി തരാനും നമ്മൾ എപ്രകാരം നടക്കണം, നമ്മൾ എങ്ങനെയൊക്കെ ആമേൻ സ്തോത്രം ദൈവഹിതപ്രകാരം നടക്കണം എന്ന് സകലത് ഉപദേശിച്ചു തരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പം നമ്മളും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഒരു കൂട്ടായ്മ നമ്മൾ വളരെ അധികം വളർത്തി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ആമേൻ സ്തോത്രം. നമുക്കറിയാം, അങ്ങേ പിരിഞ്ഞൊന്നും എനിക്ക് ചെയ്യുവാൻ കഴിയില്ല അല്ലേ. മറ്റൊന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ എത്തും, അങ്ങനത്തെ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം ദൈവമക്കൾ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പാട്ട് പാടാറുണ്ടല്ലേ, പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ
നോക്കിയാൽ അതൊന്നും എന്തല്ല, സത്യമല്ല. പരിശുദ്ധാത്മാവായിട്ട് ഒരു കൂട്ടായ്മയിൽ ആരാധന കഴിഞ്ഞ് തീർന്നു, ഇത്രയേ ഉള്ളൂ പലവരുടെയും ജീവിതത്തിൽ. പക്ഷെ ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം. ദൈവത്തോടുള്ള സ്തോത്രം രാത്രി ആമങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി കഴിച്ചു പോരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ മണിക്കൂറോളം ദൈവത്തോട് സംസാരിക്കുക, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക, നമ്മുടെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനോട് ദൈവസന്നിധിയിൽ ഫലമേൽപ്പിക്കുക. അങ്ങനെ നമ്മൾ മണിക്കൂറോളം ബൈബിൾ വായിക്കുകയും ദൈവസന്നിധിയിൽ ഇരിക്കുകയും അങ്ങനെ നമുക്കൊരു പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ബന്ധം കൂടുതൽ വർദ്ധിക്കുവാനിടയായി തീരും. സ്തോത്ര. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ വേറെ ഏത് ലോകപരമായി നമ്മൾ ചെന്നാലും നമുക്കവിടെ നിൽക്കുവാൻ കഴിയില്ല. ദൈവ സാന്നിധ്യത്തിൽ എപ്പോഴും നിൽക്കണം എന്നൊരു ചിന്ത നമ്മൾ ഉടലെടുക്കുവാൻ കഴിയും. ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നൊരു സ്റ്റേജോളം ഉണ്ട്. അത്രയും നമ്മൾ എത്തുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യാം. അതെല്ലാം ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്ര, അതൊന്നും ചുമ്മാ ലഭിക്കുകയില്ല അല്ലേ. നമ്മൾ ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്കറിയാം എഫേസ്യർ 4:22 താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇതെപ്പോഴും ഞാൻ പറയുന്ന മിക്ക വീഡിയോസിലും ഞാൻ പറയുന്ന ഒന്നാണ്. എന്താണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്? എന്താണ്? നമ്മളെ സൂക്ഷിക്കുവാൻ, നമ്മളെ കരുതുവാൻ, നമ്മളെ ഉപദേശിക്കുവാൻ, നമുക്ക് ആലോചന പറഞ്ഞു തരുവാൻ, നമ്മളൊരു അല്ലെങ്കിൽ എന്താണ് ഒരു സ്നേഹിതനെ പോലെ അല്ലേ നമ്മളോട് കൂടെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനോട് എപ്പോഴും ഒരു കൂട്ടായ്മയോടുകൂടെ നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് നയിക്കുവാണെങ്കിൽ ദൈവം നമുക്ക് ഏത് പ്രതിസന്ധിയിലും നമുക്ക് വഴികൾ ഒരുക്കി തരും. ഏത് പ്രതിസന്ധിയിൽ നമുക്ക് മുമ്പോട്ട് എപ്രകാരമാണ് നടക്കേണ്ടതെന്ന് സ്തോത്രം ഒരു സ്നേഹിതനോട് പറഞ്ഞു തരുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ഇടയായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഹല്ലേലൂയ, നീ ബൈബിൾ വായിക്കുന്നുണ്ടായിരിക്കാം, നീ സ്തോത്ര എല്ലാവരെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, എല്ലാ ദിവസവും വെള്ളിയാഴ്ച പോകുന്ന അല്ലെങ്കിൽ ഞായറാഴ്ച പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഉപവാസ പ്രാർത്ഥനകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, എന്തും ആയിക്കൊള്ളട്ടെ. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും നീയും പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു കൂട്ടായ്മ ഇല്ല എങ്കിൽ, അത് പുലർത്തുവാൻ നിനക്ക് പലപ്പോഴും കഴിയുന്നില്ല എങ്കിൽ, ഇപ്പോൾ തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായ ഒരു സമർപ്പണത്തിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ പ്രവർത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിൻ്റെ ആ തിരുസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാൽക്കീഴിൽ ഒരു പൂർണ്ണ സമർപ്പണം ഉള്ളിടത്ത് മാത്രമേ പരിശുദ്ധാത്മാവ് ചെയ്യത്തുള്ളൂ. സ്തോത്രം പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പൂർണ്ണ സമർപ്പണം. അപ്പോൾ ദൈവസന്നിധി നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ സ്തോത്രം ദൈവം നമ്മുടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ടേക്ക് ഓവർ ചെയ്യും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിനെ മുമ്പോട്ടേക്ക് നടത്തുവാനിടയായി തീരും. പാപം ചെയ്യുവാൻ നിൻ്റെ കൈ നീട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ വിലക്കുവാനിടയായി തീരും. ലോകപരമായ ഒരു ചിന്ത നീ ചിന്തിക്കുമ്പോൾ അതിനുള്ള വിൽ പവർ ദൈവം നൽകും. പാപത്തിൽ നിന്ന് വീഴാതെ വണ്ണം ദൈവം അതിൽ നിന്ന് ചെയ്യും, നിനക്കൊരു വിൽ പവർ നൽകുവാൻ ഇടയായി തീരും. പരിശുദ്ധാത്മാവ് നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരുന്നവരെന്നാണ് അല്ലേ. അപ്പോൾ ആ ഒരു വചനത്താൽ നമ്മളെപ്പോഴും കൂടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്, ഞാനും എൻ്റെ പരിശുദ്ധാത്മാവും തമ്മിലൊരു കൂട്ടായ്മയുണ്ട്, കൂട്ടായ്മ ഞാൻ പുലർത്തും, കൂട്ടായ്മ ഞാൻ മുമ്പോട്ടേക്ക് കൊണ്ടുപോകും. ഈ ഒരു ചിന്ത നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ദൈവമക്കളെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ജീവിതം തന്നെ എന്താണ്? നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷിക്കുക. അതിനുവേണ്ടിയാണ് ദൈവം ക്രൂശിന്മേൽ യാഗമായി തീർന്നത് അല്ലേ. അപ്പോൾ ആ ദൈവം നമ്മളോടാണ് പറഞ്ഞേക്കുന്നത്, നീ സന്തോഷിക്കുക. അപ്പോൾ ഇന്ന് നിനക്ക് സന്തോഷം അനുഭവിക്കുന്നില്ല എങ്കിൽ എന്താണ്? നിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവില്ല. നമുക്കറിയാം റോമർ ഇപ്രകാരം ഒരു വചനമുണ്ട്, എന്താണ്? ദൈവത്തിൻ്റെ അതായത് ദൈവത്തോടുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം എപ്പോഴും സമാധാനവും സന്തോഷവും. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനവും ഒരു സന്തോഷവും ഉണ്ട്. അത് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായിട്ട് നീ പലപ്പോഴും നിൻ്റെ ജീവിതത്തിൻ്റെ ബിസിയുടെ നടുവിൽ നീ പരിശുദ്ധാത്മാവായിട്ട് ഒരു കൂട്ടായ്മ നീ മറന്നുപോയൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ നിന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.